ബാഡ് വേർഡ്സ് എന്ന് വെച്ചാൽ പാരൻസിന് നാണക്കേടായി പോവും. അങ്ങനെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. കുട്ടികളിൽ പൊതുവേ ദേഷ്യമൊക്കെ കൂടുതൽ കാണുമ്പോൾ സാധാരണ നമ്മളെല്ലാ പാരൻസും അടിക്കുക, വഴക്ക് പറയുക. പക്ഷെ അത് തെറ്റാണ് മോനെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലേറെ നമ്മൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഈ ചെറിയ പ്രായമുള്ള മക്കൾ പൊതുവേ സ്കൂൾ ഗോയിങ് ഏജിലുള്ള കുട്ടികളായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പം എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ ടീച്ചറാണ് അമ്മ. പക്ഷെ കുട്ടീൻ്റെ നാവുന്ന് ബാഡ് വേർഡ്സ് എന്ന് വെച്ചാൽ പാരൻസിന് നാണക്കേടായി പോവും. അങ്ങനെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. പക്ഷെ അത് പുറമേ ഉള്ളവരോടല്ല, സ്വന്തം വീട്ടിലുള്ളവരോട്, പ്രത്യേകിച്ചും ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയ ഉമ്മാനോട്. ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടത് ഒരു ഉമ്മാക്ക് സ്വന്തം കുഞ്ഞന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും. നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ പറയും ഉമ്മാനോടും വാപ്പാനോടും ചേ എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കരുത്. അന്നൊക്കെ ഞാൻ പഠിച്ച സമയത്തൊക്കെ എന്താ ഈ വാക്കിന്റെ പ്രത്യേകത നമുക്കറിയില്ല. നമ്മൾ ഈ ലൈഫിലേക്ക് കയറി നമ്മൾ ഏജ് പാസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി റിയലൈസ് ചെയ്തൊരു കാര്യം, ഒരു ഉമ്മയെ സഹിക്കൂല വളരെ ചെറിയ രീതിയിലുള്ള മക്കളുടെ അടുത്ത് നിന്നുള്ള ഇതുപോലെ മോശം വാക്കുകൾ. ഇതിനൊക്കെ ഹോമിയോപ്പതിയിൽ ചികിത്സ ഉണ്ടെന്ന് അറിയുന്നവർ മാത്രമാണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത്. ഇപ്പൊ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക, കുട്ടിക്ക് മരുന്ന് കൊടുക്കാം, കാരണം കംപ്ലൈന്റ് കുട്ടിക്കാണല്ലോ അത് പറയുന്നത്. പക്ഷെ അവിടെ ട്രീറ്റ്മെന്റ് പാരന്റ്സിനും ഗ്രാൻഡ് പാരന്റ്സിനും അല്ലെങ്കിൽ അതർ ഫാമിലി മെമ്പേഴ്സിനുമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ കേസ് കുട്ടീൻ്റെ ഉമ്മ ടീച്ചറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അധികം പറഞ്ഞു കൊടുക്കണ്ട, റിമൈൻഡർ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി ഇവർക്ക് അറിയാം, കാരണം ടീച്ചറല്ലേ, ഇവർക്കെല്ലാം അറിയാം. പക്ഷെ ആ ഒരു ജോലിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ കുട്ടീനെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ വിടുന്നതാണ്. നമ്മളെ കുട്ടികൾ എത്ര വലുതായാലും ഒരു നല്ലൊരു ഹഗ്, എൻ്റെ കുട്ടീൻ്റെ സ്വത്താണ്, എൻ്റെ മോളെൻ്റെ മുത്താണ്, അമ്മൻ്റെ ജീവനാണ്, അമ്മക്ക് എന്ത് ഇഷ്ടം എൻ്റെ കുട്ടീനെന്നറിയോ എന്നുള്ള വേർഡ്സ് അഭിനയിച്ചിട്ടാണെങ്കിലും നമ്മൾ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വർക്കിംഗ് അല്ലെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും മൊബൈൽ കുത്തിയിരുന്നാലും ഈ സ്കൂൾ വിട്ടുനിന്ന് വരുന്ന കുട്ടീനെ അമ്മൻ്റെ കുട്ടിയൊന്ന് വന്നാണ് ഒന്ന് മടിയിലിരുത്തി, അതിനൊന്നും ഇവർക്ക് സമയം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ജനറേഷൻ ഇപ്പം അങ്ങനെയാണ്. അതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ കുട്ടികളിൽ ഇങ്ങനത്തെ ബിഹേവിയർ ഡിസോർഡർ ആയിട്ട് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ കുട്ടിക്ക് നമ്മൾ മെഡിസിൻ കൊടുത്ത് അതൊക്കെ മാറി പിന്നെ ഒരിക്കൽ വന്ന സമയത്ത് കുട്ടിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞ് എനിക്ക് ആ സ്വഭാവം ഒന്നും ഇപ്പം അങ്ങനെ ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. കാരണം ആക്ച്വലി അവനോട് നമ്മൾ പറഞ്ഞത് അലർജിക്ക് മരുന്നെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവന് മനസ്സിലായി. വണ്ടർഫുൾ ആക്ഷനാണ് ആ കാര്യത്തിലൊക്കെ ഹോമിയോപ്പതിക് മെഡിസിൻസ്.